വർക്കലയിൽ 13 വയസ്സുകാരിക്ക് പീഡനം, പ്രതികൾക്ക് 23 വർഷം വീതം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വർക്കലയിൽ 13 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വർക്കല ചെമ്മരുതി മുട്ടപ്പലം തച്ചോട് കാവുവള വീട്ടിൽ ഹരിദാസ് മകൻ 32 വയസ്സുള്ള അനീഷ്, അതിന് സഹായം ചെയ്തു കൊടുത്ത സുഹൃത്ത് മുട്ടപ്പലം ചാവടിമുക്ക് വാറുവിള വീട്ടിൽ രാജു മകൻ 33 വയസ്സുള്ള ഷിജു എന്നിവരെ ബലാത്സംഗത്തിന് 20 വർഷം വീതം തടവും 50,000 രൂപ വീതം പിഴയും, ശാരീരിക പീഡനത്തിന് 3 വർഷം വീതം തടവും 25,000 രൂപ വീതം പിഴയും ശിക്ഷിച്ച് വർക്കല അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി സിനി SR വിധി പ്രസ്താവിച്ചു. 2017 കേസിനാസ്പദമായ സംഭവം. സ്കൂളിൽ നിന്ന് 13കാരിയെ പ്രലോഭിപ്പിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി വർക്കല ചാവടിമുക്കിലുള്ള സുഹൃത്തായ ഷിജുവിന്റെ വീട്ടിലെത്തിച്ചായിരുന്നു ഒന്നാം പ്രതിയായ അനീഷ് കുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചത്. ഇരുവർക്കും ഒരേ ശിക്ഷ തന്നെയാണ് കോടതി വിധിച്ചത്. വർക്കല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ഇൻസ്പെക്ടർ PV രമേഷ് കുമാറാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P ഹേമചന്ദ്രൻ നായർ ഹാജരായി. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവായി. കൂടാതെ നഷ്ടപരിഹാര തുക നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 13 വയസ്സുകാരിയെ സ്കൂളിൽ നിന്നും ബലമായി വിളിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി ഒന്നാമതൊരു കൂട്ടുകാരനെ രണ്ടാമതൊരു വീട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസാണ് വർക്കല പോലീസ് 2017 ആണ് FIR എടുത്തിട്ടുള്ളത്. ആ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഹാജരാക്കിയ അടിസ്ഥാനത്തിൽ ഒന്നാം പ്രതിക്ക് 20 വർഷം തടവും, ബലാത്സംഗ കുറ്റത്തിന് 20 വർഷം തടവും, കുട്ടിയെ ശാരീരികം പീഡിപ്പിച്ചതിന് 3 വർഷം തടവും, ഉൾപ്പെടെ 23 വർഷവും. രണ്ടാം പ്രതിക്കും അതേ ശിക്ഷ തന്നെയാണ് നൽകിയിട്ടുള്ളത്. രണ്ടുപേരും 75,000 രൂപ വീതം ഫൈൻ അടയ്ക്കണം. ഈ ഫൈൻ തുകയിൽ നിന്നും 1 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് കൊടുക്കാൻ കോടതി ഉത്തരവായിട്ടുണ്ട്. അതുകൂടാതെ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വഴി കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ശുപാർശയും കോടതി നൽകിയിട്ടുണ്ട്. ബീക്കൺ ന്യൂസ്, വർക്കല.